ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമപുസ്തകം, അതായത് അതിന്റെ ഭരണഘടന, എങ്ങനെയാണ് മാറ്റാൻ കഴിയുക എന്ന്? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കുറച്ച് സങ്കീർണവും എന്നാൽ വളരെ രസകരമായൊരു വിഷയമാണ്. അപ്പോ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ ശരിക്കും മാറ്റാൻ സാധിക്കുമോ? അതിന്റെ ആത്മാവിനെ തന്നെ ഒന്ന് മാറ്റിപ്പണിയാൻ കഴിയുമോ? നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരൊറ്റ കാര്യം: എന്താണ് ഈ ഭരണഘടനാ ഭേദഗതി? സിമ്പിളായി പറഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ ഭരണഘടനയുടെ ടെക്സ്റ്റിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ഒഫീഷ്യൽ പ്രോസസ്സ്. അത്രയുള്ളൂ. ശരി, അപ്പം നമുക്ക് തുടങ്ങാമല്ലേ? നമ്മുടെ ആദ്യത്തെ ഭാഗം ഇതാണ്. എന്തിനാണ് ഒരു ഭരണഘടനയ്ക്ക് മാറ്റങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടേണ്ടി വരുന്നത്? കാരണം അതൊരു കല്ലിൽ കുത്തിവെച്ച് നിയമം പോലെ അങ്ങനെയിരിക്കേണ്ട ഒന്നല്ല. അതൊരു ജീവിക്കുന്ന രേഖയാണ്. അതായത് നമ്മുടെ സമൂഹം മാറുന്നതിനനുസരിച്ച് ഒപ്പം വളരേണ്ട ഒരു രേഖ. അപ്പോ ഈ മാറ്റം വരുത്താനുള്ള അധികാരം ആർക്കാണ്? എവിടുന്നാണിത് വരുന്നത്? ഇതിന്റെ ഉത്തരം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368-ലാണുള്ളത്. ഈ അധികാരം പാർലമെന്റിനാണ് എന്ന് ഈ ആർട്ടിക്കിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി നമുക്കിതിന്റെ പ്രൊസീജിയറിലേക്ക് കടക്കാം, അല്ലേ? ഒരു ഭേദഗതി എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ഇതിന് അതിൻ്റേതായ കൃത്യമായ ചില സ്റ്റെപ്പുകളുണ്ട്. പ്രധാനമായും 2 വഴികളാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ളത്. ഒന്ന് കുറച്ചുകൂടി സിമ്പിളായ സാധാരണ ഭേദഗതി, പിന്നെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡായ ഫെഡറൽ ഭേദഗതി. എന്താണിവ തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് നോക്കാം. ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന വഴി ഇതാണ്. ഒരു ബിൽ പാർലമെന്റിന്റെ ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കുന്നു. എന്നിട്ട് 2 സഭകളിലും അതൊരു സ്പെഷ്യൽ മെജോറിറ്റി അഥവാ പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസാക്കണം. എന്താണ് ഈ സ്പെഷ്യൽ മെജോറിറ്റി? അതായത് സഭയിലെ ആകെ അംഗങ്ങളുടെ പകുതിയിൽ കൂടുതൽ പേരുടെ പിന്തുണ വേണം. പോരാത്തതിന് വോട്ട് ചെയ്യുന്നവരിൽ 2/3 ഭാഗവും അനുകൂലിക്കണം. ഇത് രണ്ടും ഓക്കെ ആയാൽ അവസാനം രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ സംഗതി നിയമമാകും. ഇനി കുറച്ചുകൂടി സീരിയസ് ആയ കാര്യങ്ങളിലേക്ക് വരാം. അതായത് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, അങ്ങനെയുള്ള ഫെഡറൽ സിസ്റ്റത്തെ ബാധിക്കുന്ന മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് കൂടിയുണ്ട്. പാർലമെന്റിലെ സ്പെഷ്യൽ മെജോറിറ്റിക്ക് പുറമെ സംസ്ഥാന നിയമസഭകളും ഇത് അംഗീകരിക്കണം. അപ്പോ എത്ര സംസ്ഥാനങ്ങൾ അംഗീകരിക്കണം? ഈ നമ്പറിലാണ് കാര്യം. ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളിൽ പകുതിയെങ്കിലും ഈ മാറ്റത്തിന് ഓക്കെ പറയണം. എന്തിനാണിങ്ങനെ? ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള ഒരു പവർ ബാലൻസ് ഉറപ്പുവരുത്താനാണ്. അപ്പോ പാർലമെന്റിന് ഇത്രയൊക്കെ അധികാരമുണ്ട്. ശരി, പക്ഷേ ഈ അധികാരം അൺലിമിറ്റഡ് ആണോ? ഇവിടെയാണ് കഥയിലൊരു കിടിലൻ ട്വിസ്റ്റ് വരുന്നത്. അല്ല, പാർലമെന്റിന്റെ അധികാരത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇതാണ് $1,000,000 ചോദ്യം. പാർലമെന്റിന്റെ അധികാരം പരിധിയില്ലാത്തതാണോ? അവർക്ക് ഭരണഘടനയുടെ ഏത് ഭാഗം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാറ്റിയെഴുതാൻ പറ്റുമോ? അതോ ആരും കാണാത്തൊരു വര അവിടെ ഉണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വന്നത് കോടതികളിൽ നിന്നാണ്. ഒരുപാട് കേസുകൾക്കു ശേഷം 1951-ൽ ശങ്കരി പ്രസാദ് കേസിൽ കോടതി പറഞ്ഞു, പാർലമെന്റിനെ എന്തും ഭേദഗതി ചെയ്യാം. പക്ഷേ 1967-ലെ ഗോലക്നാഥ് കേസിൽ കോടതി നിലപാട് മാറ്റി. പറഞ്ഞു, മൗലികാവകാശങ്ങളിൽ തൊടാൻ പാടില്ല. അപ്പോൾ പാർലമെന്റും കോടതിയും തമ്മിൽ ഒരു വടംവലി തുടങ്ങി. ഇതിനൊരു അവസാന വാക്ക് വന്നത് 1973-ലെ ചരിത്രപ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി കേസിലാണ്. അതായിരുന്നു ഫൈനൽ വേർഡിക്റ്റ്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അഥവാ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം എന്ന് പറയും. സിമ്പിളായി പറഞ്ഞാൽ, പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാം, പക്ഷേ അതിന്റെ ആത്മാവിനെ, അതിന്റെ അടിസ്ഥാന സ്വഭാവത്തെ നശിപ്പിക്കാൻ പറ്റില്ല. അതൊരു ലക്ഷ്മണരേഖയാണ്. അപ്പോ എന്താണ് ഈ പറയുന്ന അടിസ്ഥാന ഘടന? രസകരമായ കാര്യം എന്താന്ന് വെച്ചാല്, കോടതി ഇതിന്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് തന്നിട്ടില്ല. പക്ഷേ കാലകാലങ്ങളായി പല വിധികളിലൂടെ ചില കാര്യങ്ങൾ ഇതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഭരണഘടനയാണ് ഏറ്റവും വലുത് എന്ന ആശയം, മതേതരത്വം, ഫെഡറലിസം, ജനാധിപത്യം, ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ തൊട്ടുകൂടാത്ത കാതലായ ഭാഗങ്ങളാണ്. ഈ സിദ്ധാന്തം വെറുമൊരു തിയറി ആയിരുന്നില്ല കേട്ടോ. ഇത് സർക്കാരും കോടതിയും തമ്മിലുള്ള വലിയ പോരാട്ടങ്ങൾക്ക് തന്നെ വഴിവെച്ചു. നമുക്ക് ആ കഥയിലേക്കൊന്ന് പോകാം.
ഉദാഹരണത്തിന് 1976-ലെ 42-ാം ഭേദഗതി. അത് പാർലമെന്റിന്റെ അധികാരം കൂട്ടാനും കോടതിയുടെ അധികാരം കുറയ്ക്കാനും വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ വന്ന 44-ാം ഭേദഗതി ഇതിലെ പല കാര്യങ്ങളും തിരുത്തി ആ പവർ ബാലൻസ് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഒന്ന് അധികാരം കൂട്ടാൻ നോക്കിയപ്പോൾ മറ്റേതൊരു തിരുത്തലായി വന്നു. ഈ പോരാട്ടത്തിൽ അവസാന വാക്ക് വീണ്ടും സുപ്രീംകോടതിയുടേതായിരുന്നു. 1980-ലെ മിനർവ മിൽസ് കേസ് 42-ാം ഭേദഗതിയിലൂടെ പാർലമെന്റിന് കിട്ടിയ പരിധിയില്ലാത്ത അധികാരത്തെ കോടതി റദ്ദാക്കി. അതോടെ ആ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അങ്ങ് ഉറച്ചു. അപ്പോ ഇന്നെവിടെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്? പാർലമെന്റിന് ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ട്. അതേസമയം ഭരണഘടനയുടെ കാതലിനെ സംരക്ഷിക്കാൻ കോടതിക്കുമുണ്ട് അധികാരം. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡെലിക്കേറ്റ് ബാലൻസിലാണ് നമ്മുടെ ജനാധിപത്യം മുന്നോട്ടു പോകുന്നത്. ചുരുക്കി പറഞ്ഞാല് ഇതാണ് അവസ്ഥ. പാർലമെന്റിന് ഭരണഘടനയുടെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും മാറ്റാം, മൗലികാവകാശങ്ങൾ പോലും. പക്ഷേ അവർക്ക് ഭരണഘടനയുടെ ആത്മാവായ ആ അടിസ്ഥാന ഘടനയെ തകർക്കാൻ കഴിയില്ല. കോടതിയുടെ പുനഃപരിശോധനാധികാരം എടുത്തുകളയാനും പറ്റില്ല. ആത്യന്തികമായി ഈ ഒരു ബാലൻസാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ സംരക്ഷണം. ഈയൊരു അതിലോലമായ സന്തുലിതാവസ്ഥയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇത്രയും സവിശേഷമാക്കുന്നത്. പക്ഷേ ഭാവിയിൽ ഈ തുലാസിന്റെ തട്ട് ഒരു വശത്തേക്ക് കൂടുതൽ ചാഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു വലിയ ചോദ്യാണല്ലേ?